ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇതെൻ്റെ ആദ്യത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഒരുപാട് പോരായ്മകളുണ്ടാവും, എല്ലാതും ഉണ്ടാവും. സോ ഇത് എത്ര ആൾ കാണും കാണില്ല എന്നൊന്നും എനിക്കറിയില്ല, എങ്കിലും എനിക്ക് ഇടാൻ തോന്നി ഒരിഷ്ടം കൊണ്ട്. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലത്തെ കാലിച്ചായൊക്കെ കുടിച്ച് മുറ്റായൊക്കെ അടിച്ചു വരാൻ വേണ്ടി വന്നതാണ്. ഞാനിപ്പോൾ പ്ലെയിനൊക്കെ പോകണമെന്ന് നോക്കി നിന്ന് നേരെ അകത്തൊക്കെ കയറി. ഇന്ന് ചായക്കടി നല്ല ഇഡ്ഡലി സാമ്പാറൊക്കെ ആയിരുന്നു. നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചായക്കടിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അലക്കൊക്കെ കഴിഞ്ഞു, നമ്മൾ നേരെ കുളിക്കാൻ പോയി. കുളിയൊക്കെ കഴിഞ്ഞതാ കുറച്ച് സ്കിൻ കെയർ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഷോഫ് അത് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മൾ വണ്ടി വന്നു. വണ്ടിയിലാണ് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. മോനക്കും ടെസ്റ്റ് ചെയ്യാനുണ്ട്, ഉമ്മാക്കും ടെസ്റ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ വണ്ടിയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇവിടെ അടുത്താണ് കേട്ടോ. അങ്ങനെ ഉമ്മാക്ക് ബ്ലഡ് എടുക്കുന്ന രംഗം. മോനക്ക് ബ്ലഡ് എടുക്കുമ്പോൾ നല്ല കരഞ്ഞു, കാരണം അവനക്ക് വെയിൻ കിട്ടാണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വന്നു. ഈ ഒരു ഭാഗത്തും എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കെന്നല്ല, നമ്മൾ ഗേൾസിനൊക്കെ അങ്ങനെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഡോട്ട് ആൻഡ് ഗൈനക്കോളജിക്ക് അങ്ങനെ കുറേ ബ്രാൻഡ്, നമ്മൾ ഓൺലൈനിൽ മാത്രം കണ്ട കുറേ ബ്രാൻഡ് ഞാൻ ഇവിടെ കണ്ടു കേട്ടോ. നമ്മളെ ഡെർമാക്കോടെ സെറം അതൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ വണ്ടിക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതിന് വണ്ടി വന്ന് നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിലെത്തിയിട്ട് കുറച്ച് തുണി വിരിച്ചിടാനുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വിരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് പുസ്തകം, കുറച്ച് നേരം എനിക്ക് എന്തോ സ്കിൻ കെയർ പോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളും ഒരുപാട് ഇഷ്ടമുള്ളൊരു പരിപാടിയാണ് ഈ റീഡിങ്. അതുപോലെ തന്നെ ഈ പുസ്തകങ്ങൾ വാങ്ങി വെക്കുക. അങ്ങനെ എൻ്റെ പുസ്തകങ്ങൾ, വായിച്ച പുസ്തകങ്ങളൊക്കെ മാറ്റി വെച്ച് വായിക്കാത്തതൊക്കെ എൻ്റെ ഫ്രണ്ടിലോട്ട് കയറ്റി വെക്കാണ് കേട്ടോ. അതിൽ ഈ പട്ടം പറത്തുന്നവനും ആരാച്ചാറും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പുസ്തകമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ മോനക്ക് കുറച്ച് പഴമൊക്കെ വാട്ടിക്കൊടുത്തു. പഴം വാട്ടിൽ കഴിഞ്ഞിട്ട് ഞാൻ ബ്രെഡ് വെച്ചിട്ടൊരു പിസ്സ ഉണ്ടാക്കി. നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. ഭയങ്കര ടേസ്റ്റുള്ളൊരു പിസ്സയാണ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള ഇന്നത്തെ വിശേഷം. അപ്പോൾ ബൈ, ടാറ്റാ, ബൈ, സീ യു.